ഹായ് ഗൈസ്, വെൽക്കം ടു ട്രിപ്പ് മേറ്റ്. അപ്പോൾ നമ്മളിന്ന് വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഡേയിലാണുള്ളത്, ഡേ 2. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗിൽ ചെറിയൊരു ഹൈക്കൊക്കെ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, കുറുമ്പാലക്കോട്ട. ആക്ച്വലി അടിപൊളി വ്യൂ ആണ് വയനാടിൻ്റെ ഒരു 360 വ്യൂ എന്ന് തന്നെ പറയാം. അതെ, 360 വ്യൂ എന്ന് തന്നെ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അടിപൊളിയായിട്ട് കാണാം. അതായത് മോർണിംഗിൽ ആ ഒരു സണ്ണ് വരുന്നതും അല്ലേ, പിന്നെ അതേപോലെ തന്നെ ക്ലൗഡ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെ വ്യൂസിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി. നമ്മുടെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് നമ്മൾ പകുതി വരെ ജീപ്പിലും പിന്നെ അത് കഴിഞ്ഞൊരു ചെറിയൊരു ട്രക്കിംഗ് കൂടിയുണ്ട്. സൺറൈസിന് മുന്നേ നമ്മൾ അവിടെ എത്തുക എന്നതാണ് നമ്മുടെ പ്ലാൻ. ഈ ജീപ്പ് സഫാരിക്ക് കോസ്റ്റ് ആവുന്നത് 2 പേർക്ക് 800 റുപ്പീസാണ്. ഇത് നല്ലൊരു ഓപ്ഷനാണ്, കാര്യം കുറേ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. നമ്മുടെ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ജീപ്പ് സഫാരി എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവറിനെയും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇതെല്ലാം പറഞ്ഞു തരാനായിട്ടൊരു ഗൈഡിനെയും നമുക്ക് കിട്ടും. കുറുമ്പാലക്കോട്ടയിലേക്ക് പോകാനായിട്ട് നമുക്ക് നടന്ന് കയറാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ജീപ്പിൽ പകുതി വരെ പോകാനും പിന്നെ ബാക്കി നടക്കാനുമുള്ള ഓപ്ഷനുണ്ട്. ഞങ്ങൾ ജീപ്പ് സഫാരി ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ബ്രഹ്മഗിരി ട്രക്കിങ് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ്. അപ്പം കാലിനൊക്കെ കുറച്ച് പെയിനുണ്ട്. ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ഐ ബട്ടണിൽ കൊടുക്കാം, ഉറപ്പായിട്ടും അത് കാണണം. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലെ സീനറീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മുകളിൽ ചെല്ലുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും. നമ്മളായിരിക്കും ആദ്യം എത്തുന്നത് എന്ന് വിചാരിച്ചാണ് ട്രക്ക് ചെയ്ത് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി, ഇന്നലെ തന്നെ കുറേ ആളുകൾ ഇവിടെ ട്രക്ക് ചെയ്ത് വന്ന് ക്യാമ്പ് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഈ വ്യൂ പോയിന്റിലെ വ്യൂ കാണാനായിട്ട്. ഞാൻ ഒരു ടാസ്ക് തരട്ടെ, ഇവിടെ എത്ര മലയുണ്ടെന്ന് എഴുതി നോക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാ ഇപ്പുറത്തുനിന്ന് തുടങ്ങും, ഇവിടെ നിന്ന് 1 2 3 4 5 ബുദ്ധിമുട്ട് ഒരുപാട് പക്ഷെ കൊള്ളാല് വളരെ നന്നായിട്ടുണ്ട്. ആ ക്ലൗഡ്സ് ഇങ്ങനെ അതിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഒരു ബെഡിന്റെ ഫീൽ അല്ലേ? അതെ. സീനറിയുടെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്ത പോലെ ഉണ്ട്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഈ മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ ഈ കോടയൊക്കെ വന്ന് ഇങ്ങനെ കിടന്ന് അതിങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കുരിശുമലയുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മളിപ്പം കാണാൻ പോകുന്നത് ഒരു വാട്ടർ സോഴ്സാണ്. ഈ മലയുടെ മുകളിലേക്കുള്ള ആവശ്യത്തിനായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നാണ്. നമ്മൾ കുരിശുമലയിലോട്ടാണ് പോകുന്നത്. ഈ കുരിശുമലയിലോട്ട് നടക്കുന്ന ഈ സ്ഥലത്തെന്ന് വെച്ചാൽ ഈ വ്യൂ എല്ലാം നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. ചെറിയ ട്രക്കിങ് പോലാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് കയറാൻ നേരത്ത് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങോട്ട് പാറകളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം.